ഞാനാണ് ഫെമിനിച്ചി ഫാത്തിമ. ഫെമിനിച്ചി എന്നത് ഒരു മോശം വാക്കല്ല. ഫെമിനിസത്തേക്കാൾ മനോഹരമായ മറ്റൊന്നുമില്ല. എല്ലാവരെയും തുല്യമായി കാണാനാണ് അത് നമ്മെ പഠിപ്പിക്കുന്നതെന്ന് ഫാത്തിമയായി വേഷമിട്ട ഷംല പറയുന്നു. ഫെമിനിസം എന്ന് പറയുന്നത് സ്ത്രീകളിൽ മാത്രമല്ല, പക്ഷേ ഫെമിനിസത്തിന്റെ അർത്ഥം മനസ്സിലാവാത്തത് കൊണ്ടാണ് അതൊരു ചീത്ത ഇതായിട്ട് കാണുന്നത്. ഫെമിനിസം ഈസ് ബ്യൂട്ടിഫുൾ. ഇങ്ങനെ ഒരു ക്യാരക്ടറിനെ ഇവിടുന്ന് പരിചയപ്പെട്ടു എന്നൊക്കെ ചോദിച്ചാൽ ഒരുപാട് നമ്മൾ കാണുന്നുണ്ട്, ഒരുപാട് സ്ത്രീകളെ കാണുന്നുണ്ട്. ഈ ഫാത്തിമ എന്ന് പറയുന്നത് അങ്ങനെ ഒരു സ്ത്രീ ആവുന്നത് അവരുടെ ഭർത്താവ് ഇങ്ങനെ എല്ലാത്തിനും ഒരു ബ്ലോക്ക് ഇടുമ്പോഴാണ്. എനിക്കും കഴിയും, എന്തുകൊണ്ട് പറ്റില്ല എന്നൊരു പ്രൂവ് ചെയ്യുന്നൊരു സ്വഭാവം. യാഥാസ്ഥിതിക കുടുംബത്തിന്റെ ഭാഗമായ ഒരു സാധാരണ സ്ത്രീ, അവർ നടത്തുന്ന സ്വാതന്ത്ര്യ പ്രഖ്യാപനം, അതാണ് ഫെമിനിച്ചി ഫാത്തിമ എന്ന സിനിമയുടെ പ്രമേയം. ഫാസിൽ മുഹമ്മദാണ് സിനിമയുടെ സംവിധാനവും തിരക്കഥാരചനയും എഡിറ്റിംഗും നിർവഹിച്ചിരിക്കുന്നത്. മിക്ക കുടുംബങ്ങളിലും ഫാത്തിമ എന്ന സ്ത്രീയുണ്ട്. അവരെല്ലാവരും സ്വന്തം ഇഷ്ടങ്ങളും സ്വാതന്ത്ര്യവും തിരിച്ചറിയാനുള്ള യാത്രയിലാണ്. അവർക്കുള്ളതാണ് ഈ സിനിമ. ഞാൻ കാണുന്നുണ്ട് പല കാര്യങ്ങളും, പക്ഷേ അവരതിനെ ഓർക്കം ചെയ്യുന്നില്ല. അപ്പോൾ എനിക്ക് അങ്ങനെ ചെയ്തുകൂടെ എന്ന് തോന്നിയിട്ടുണ്ട്. അത്തരം ചിന്തകളിൽ നിന്നാണ് ഫെമിനിച്ചി ഫാത്തിമ ഉണ്ടായിട്ടുള്ളത്. അല്ല, എനിക്ക് ആ രണ്ട് പേര് തമ്മിൽ ഭയങ്കര കണക്റ്റഡാണ്, ഫാത്തിമ ഫെമിനിച്ചി എന്നുള്ളത്. അപ്പോൾ ഫെമിനിച്ചി എന്ന് പറയുമ്പോൾ ഒരു പല ആൾക്കാരും അതിനെ പക്ഷേ കളിയാക്കി പറയുന്നത്, ഞാനതിന് ഭയങ്കര പോസിറ്റീവായിട്ട് എടുത്തത്. നമ്മൾ പടം പറഞ്ഞതും അതിനെ പോസിറ്റീവായിട്ടാണ്. ഇന്റർനാഷണൽ കോമ്പറ്റീഷൻ വിഭാഗത്തിലാണ് സിനിമ പ്രദർശിപ്പിച്ചത്. പേരിന്റെ വ്യത്യസ്തത കൊണ്ട് IFFKയിൽ തിരഞ്ഞെടുക്കപ്പെട്ടപ്പോഴേ ചർച്ചയായതായിരുന്നു ഫെമിനിച്ചി ഫാത്തിമ. അത്യാകർഷണമായ പ്രമേയം കൊണ്ട് സിനിമ ആളുകളെ പിടിച്ചിരുത്തി ചർച്ചകൾക്ക് വഴിവെച്ചു. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.